ബിജു ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരു ചേട്ടൻ ശരിക്കും ഏറ്റുമാനൊരു ഈ ഡാറ്റ റിക്കവറി തുടങ്ങിയിട്ട് ഒരു 10-12 വർഷത്തോളമായിരുന്നു അല്ലേ? സ്റ്റാർട്ടറാക്കി തുടങ്ങിയിട്ട് 12 വർഷമായിരുന്നു. അതിന് മുമ്പ് ഞാനൊരു 3 വർഷം കൂടെ മുമ്പ് പതുക്കെ ചെയ്യാൻ തുടങ്ങി വെച്ചായിരുന്നു. സ്ഥാപനം തുടങ്ങാനുള്ളൊരു ധൈര്യം വന്നത് 12 കൊല്ലമായി. ഓക്കെ. അപ്പോൾ അത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് ഏതൊക്കെ ടൈപ്പ് കാർഡുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റോറേജുകളിൽ നിന്ന് നമുക്ക് ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ പല ആൾക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ എന്താ പറയാനുള്ളത്? ശരിക്കും നമുക്ക് ഡാറ്റ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സ്റ്റോറേജും റിക്കവറബിളാണ്. ശരിക്കും റിക്കവർ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. അത് ഫിസിക്കലി അത് ലൈവായിട്ട് ആ സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു റിക്കവറി ഓപ്ഷൻ എപ്പോഴും ഉണ്ട്. അതായത് ഒരു ഹാർഡ് ഡിസ്ക് ബേണായിപ്പോയി, മെമ്മറി കാർഡ് ബേണായിപ്പോയി, റിക്കവറി ചാൻസ് ഇല്ലെന്നുള്ളത് നമുക്ക് വിസിബിളി തന്നെ ആയി. ഓക്കെ, അല്ലാതുള്ള എല്ലാ സാധനങ്ങളും റിക്കവറി ചാൻസ് ഉള്ള 100% നമുക്കത് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 100% റിക്കവറി എന്നുള്ളത് ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യാതെ ഒരു കാരണവശാലും പറയരുതെന്നാണ് എൻ്റെ ഒരു പോളിസി. അതായത് അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി, അതായത് അതിൻ്റെ പുറകിലോട്ട് അതിന് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ റിക്കവർ ചെയ്യുന്നയാൾ ആ ഒരു മിനിറ്റിൽ ഉള്ള സാധനത്തിന് നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറകിലോട്ടുള്ള അവരെന്ത് ചെയ്തു, അവർ എന്ത് ചെയ്തപ്പോഴാണ് ആ ഡാറ്റ നഷ്ടപ്പെട്ടെന്നുള്ളത് അറിയാതെ നമ്മൾ ആ ഒരു മിനിറ്റ് അതിനെ എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ അത് റിക്കവറബിൾ 100% റിക്കവറബിൾ എന്നുള്ളത് പറയാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ പക്ഷേ ഒരു റിക്കവറി ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ മാക്സിമം നമ്മൾ ശ്രമിച്ചു നോക്കും. മുൻകൂർ 100% റിക്കവറബിൾ എന്നുള്ളൊരു സെൻറ്റൻസ് ശരിക്കും ഉപയോഗിക്കാൻ പാടില്ല. അതെ. ശരിക്കും ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സുമാർ കൂടുതൽ എന്ത് മിസ്റ്റേക്ക് ചെയ്തിട്ടായിരിക്കും നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്? അങ്ങനെ ഒരു ഐഡിയ വല്ലതും ഉണ്ടോ? ഏറ്റവും മിസ്റ്റേക്ക് ഒന്ന് കണ്ടിരിക്കുന്നത് ശരിക്കും ഒരു പാനിക്കാണ്. എന്നുവെച്ചാൽ ഡാറ്റ നഷ്ടപ്പെട്ട സെക്കൻഡിൽ തന്നെ അവർ അത് കസ്റ്റമറുടെ ആ ഒരു ഇതും ഒക്കെ പേടിച്ചിട്ടായിരിക്കണം. പക്ഷേ കണ്ടിരിക്കുന്നത് അവർ അതും കൊണ്ട് അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ വഴികളും അതെല്ലാം അങ്ങോട്ട് ചെയ്തു കളയും. ഇപ്പം ഫോർമാറ്റ് ഒരു എറർ കാണിക്കും. നിസ്സാരം നമ്മൾ ഹാൻഡിൽ ചെയ്ത് സേഫ് റിമൂവ് ആകാതെ ഇജക്റ്റ് ആയിപ്പോയോ അല്ലെങ്കിൽ ബാറ്ററി ഓഫ് ആക്കാതെ കാർഡ് എടുത്തപ്പോഴോ എല്ലാം സംഭവിച്ച ഒരു കാര്യമാണ് ഫോർമാറ്റ് എറർ. അപ്പോൾ അവർ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇത് ഫോർമാറ്റ് ചെയ്യാതെ കമ്പ്യൂട്ടറെ കണക്ട് ചെയ്യുമ്പോഴത്തേനും അത് ഫോർമാറ്റ് എറർ കാണിക്കുക. അപ്പോൾ ഫർദർ അത് മുമ്പോട്ട് പോകണമെങ്കിൽ ഫോർമാറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അത് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ധാരണത്തെ ആദ്യം തന്നെ ഫോർമാറ്റ് കൊടുക്കും. പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നതാണ്. ആ ഫോർമാറ്റിങ് ഈ പറഞ്ഞ പോലുള്ള പല ക്യാമറകളിലും ബൈ ഡിഫോൾട്ട് ലോ ഫോർമാറ്റ് ഉള്ള ക്യാമറകളിൽ ആ ഒരൊറ്റ പണിയും കൊണ്ട് തന്നെ ആ ഡാറ്റ ഒരു കാലത്തും കിട്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പം ഫോർമാറ്റ് ചെയ്യുന്നോ അപ്പോൾ ഡാറ്റ നഷ്ടപ്പെട്ടെന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ കഴിയുന്നതും ഫർദർ കൂടുതൽ അതിലോട്ട് പണിയാതിരിക്കുന്നതാണ് നല്ലത്. അതായത് കാർഡാണെങ്കിൽ പെട്ടെന്നൊരു ടെൻഷൻ വന്നവർ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കുന്ന വഴിക്കാണ് ഇത് പിന്നെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് കൂടുതൽ അല്ലേ? അതെ അവർക്ക് അതിനെ റോങ് ആയിട്ടല്ലേ, പിന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ അതേക്കുറിച്ച് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. അല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ഇങ്ങനെയൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾ അത് അവരുടെ ഇഷ്ടത്തിന് അവിടെ കാണുന്ന അതിന് പ്രതികരിക്കാൻ, അതായത് ബാക്കി ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അവരൊരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടുപോകും. റിക്കവർ ചെയ്യാൻ മേലാത്തൊരു സാഹചര്യത്തിലേക്കാണ്. റിക്കവർ ചെയ്യാൻ മേലാത്ത ഒരു 100 കേസിലൊരു 40 പേരും അവരുടേതായ ഇഷ്യൂസ് അവർ പിന്നീട് ചെയ്ത പ്രശ്നങ്ങളും കൊണ്ട് തന്നെ പെട്ടുപോയ ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട്. അവരുടെ പിന്നീട് അറ്റംപ്റ്റുകൾ കൊണ്ട് മാത്രം ഡാറ്റ സ്ഥിരമായിട്ട് നഷ്ടപ്പെട്ടവരാണ് അവർ. കഴിയുന്നത് ആ സമയത്ത് ഒരു പാനിക്കാകാതെ അത് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ എത്തിച്ചു കൊടുത്തത് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ശരിക്കും അഡ്വൈസബിൾ. അതാണ് ശരിക്കും. ഓക്കെ. അതെ.
ക്യാമറയിൽ ഒരു എറർ കാണിച്ചാൽ, കാർഡ് എറർ കാണിച്ചാൽ ശരിക്കും നമ്മൾ ഒരു ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ വീഡിയോഗ്രാഫറോ അവർ ആദ്യം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ? എറർ കാണിച്ചാൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർമാറ്റ് എററാണ് ശരിക്കും കൂടുതലും പേർക്ക് കാണിക്കുന്ന ഒരു എറർ. അങ്ങനെ ചെയ്താൽ അത് ഫോർമാറ്റ് ചെയ്യരുതെന്നുള്ളതാണ് ശരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫോർമാറ്റ് എറർ, ഒരു ക്യാമറ എറർ കാണിച്ചാൽ ഫോർമാറ്റിംഗ് ഒരു പരിഹാരമല്ല. അതായത് നമ്മുടെ ഡാറ്റ അതിലുള്ള അവസ്ഥയിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്താൽ ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ലോ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ഒരു ഡേഞ്ചർ ഉള്ളതുകൊണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്ന സെറ്റിംഗ് ലോ ഫോർമാറ്റ് ആണേലോ അല്ലെ ബൈ ഡിഫോൾട്ട് ലോ ഫോർമാറ്റ് ഉള്ള ക്യാമറ ആണേലോ ആ ഫോർമാറ്റ് എന്നുള്ള ഒരു ചികിത്സയല്ല. അപ്പം അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഈ ലോ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏത് ക്യാമറകളിലേക്കാണ്? ലോ ഫോർമാറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സോണി ക്യാമറകളിലാണ് ബൈ ഡിഫോൾട്ട് ലോ ഫോർമാറ്റ്. S3 7M3 ഡിഫോൾട്ട് ലോ ഫോർമാറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവർ അപ്ഡേഷനിൽ അത് ക്വിക്ക് ഫോർമാറ്റ് ഓപ്ഷനും കൂടെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. M4ൻ്റെ അകത്തും സോണി ക്വിക്ക് ഫോർമാറ്റ് ലോ ഫോർമാറ്റ് ചോയ്സും ഉണ്ട്. എങ്കിൽ പോലും അതറിയാൻ മേലാതെ M4ൻ്റെ അകത്ത് തന്നെ സ്ഥിരം ലോ ഫോർമാറ്റ് തന്നെ ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ഇതാണ് ഒരു എറർ കാണിച്ചാൽ അത് ഫോർമാറ്റ് ചെയ്യരുതെന്നുള്ളതാണ് പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത്. പിന്നെയുള്ളത് അത് ഈ രണ്ടാമത് എടുക്കാൻ പാടില്ല. രണ്ടാമത് പിന്നെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കാൻ പാടില്ല. എറർ കാണിക്കുന്ന കാർഡ്, അതായത് ചേട്ടാ ഞാൻ ഒന്നും ചെയ്തില്ല, ഒരു കുറച്ചൊന്ന് എടുത്ത് നോക്കി, എറർ കാണിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് റെക്കോർഡ് ചെയ്യാൻ, അതായത് അവരുടെ ഡാറ്റ അവിടെ ഇപ്പം നഷ്ടപ്പെട്ട കണ്ടീഷൻ ഇരിക്കുക. അപ്പോൾ അതിൽ അവരൊരു റീ അറ്റംപ്റ്റ് നടത്താൻ പാടില്ല. അതായത് ചേട്ടൻ പറഞ്ഞത് ഒരു പ്രാവശ്യം എറർ ജസ്റ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കഴിവതും ആ കാർഡിൽ വീണ്ടും റെക്കോർഡ് ചെയ്യാതിരിക്കുക. കാർഡ് ഷട്ട് ഡൗൺ ചെയ്ത്, അതായത് ക്യാമറ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് കണക്ട് ചെയ്യുമ്പോൾ എറർ കാണിക്കുന്നെങ്കിൽ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതായത് അത് ഓവർ ഹീറ്റ് ആകുന്ന ഒരു സാഹചര്യം അവർ അറിയുന്നില്ല. ആ കാർഡ് ക്യാമറയ്ക്കകത്ത് കിടക്കുക. അത് ഈ എറർ കാണിക്കുന്ന ചൂടായിട്ടൊരു സാഹചര്യത്തിലാണ് എറർ കാണിക്കുന്നെങ്കിൽ അവർ അതറിയാതെ അതിലിട്ടിട്ട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഹീറ്റായി പോയി കഴിഞ്ഞാൽ ഒരു ടെക്നീഷ്യന് പോലും റിക്കവർ ചെയ്യാൻ മേലാത്തൊരു സാഹചര്യത്തിലോട്ട് അത് പോകും. പെട്ടെന്ന് അത് സേഫാക്കുക, സാധനം സേഫാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. മനസ്സിലായി. അതുപോലെ തന്നെ ഈ പൊട്ടിപ്പോയതും അല്ലെങ്കിൽ അങ്ങനെ ഡാമേജ് ആയിട്ട് ഉള്ള കാർഡുകൾ, നല്ല ഹാർഡ് ഡിസ്കുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാർഡുകളുടെ കാര്യത്തിൽ ഒരു ഫിസിക്കൽ ഡാമേജ് ഓൾമോസ്റ്റ് ഒരു 100 എണ്ണത്തിൽ ഒരു 2 എണ്ണത്തിന് പോലും ചാൻസ് കണ്ടിട്ടില്ല. അത്രയും ചാൻസ് കുറവാണ്. ചാൻസ് കുറവാണ് ഫിസിക്കൽ ഡാമേജ്. അതായത് കൂടുതലും പോക്കറ്റിലും പേഴ്സിലും ഒക്കെ വെച്ച് ക്യാരി ചെയ്യുന്നതാണ് സാധാരണ കണ്ടിരിക്കുന്ന ഒരു ഡാമേജ് വന്നിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സ്ലോട്ടുകളിൽ അല്ലെങ്കിൽ പ്രിൻ്ററിൻ്റെ സ്ലോട്ടിൽ ഉപയോഗിക്കുന്ന കാർഡുകൾക്കൊക്കെ എറർ, അതായത് ഒരു ഇലക്ട്രിക് ഒരു സർജ് അതിലോട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർഡ് എററായി പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഫിസിക്കലി ബ്രോക്കൺ കാർഡുകൾക്ക് വളരെ ചാൻസ് കുറവാണ്. പിന്നെ അതായത് ആ കാർഡ് അതിൻ്റെ ഓൾമോസ്റ്റ് അതിൻ്റെ ചിപ്പ് അങ്ങ് ബ്രേക്ക് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കുകളുടെ കാര്യത്തിലാണെങ്കിൽ ഡ്രോപ്ഡ് അതൊക്കെ ഒരു നമുക്ക് അവർ പിന്നീട് അത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ചാൻസ് കിടപ്പുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പെട്ടെന്ന് അവർ തന്നെ ഫ്രീ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് കാർഡുകൾ റിക്കവർ ചെയ്യുന്നത്. അത് ശരിക്കും ഒരു സേഫ് മോഡാണോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ, ഞാൻ ഡാറ്റ റിക്കവറി വരുന്ന ആ സമയത്ത് ഫ്രീ സോഫ്റ്റ്വെയറുകൾ എന്നുള്ളതിൻ്റെ പരീക്ഷണങ്ങൾ ഞാൻ ന്യായമായിട്ട് നടത്തിയ ഒരാളായിരുന്നു. അപ്പം ശരിക്കും കണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ നമ്മളെ മിസ്ലീഡ് ചെയ്ത് കളയും. ഈ ഫ്രീ സോഫ്റ്റ്വെയറുകൾ ശരിക്കും നമുക്കൊരു എറിഞ്ഞ് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളത് അറ്റംപ്റ്റ് ചെയ്തിട്ട് അത് പർച്ചേസിലോട്ട് അത് പോകണം. അപ്പോൾ അവർ ശരിക്കും നമുക്കൊരു ഫ്രീ സോഫ്റ്റ്വെയർ തരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവർ പ്രിവ്യൂ കാണിക്കാതിരിക്കും. ഞാൻ കണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രിവ്യൂ കാണിക്കാതെ കുറേ ഫയലുകളങ്ങ് കാണിക്കുമ്പോഴത്തേന് അവർ തെറ്റിദ്ധരിക്കും, ഇതാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ഫയൽ, ഞങ്ങൾ പേ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് ഈ ഫയലുകൾ ഓപ്പൺ പ്ലേ കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളത് കാശ് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയറുകൾ വളരെ ലിനക്സ് ബേസ്ഡൊക്കെ ആയിട്ടുള്ള ചില സോഫ്റ്റ്വെയറുകളുണ്ട്.
അതായത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളുണ്ട്. അത് പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതല്ലാതെ നമ്മൾ കാണിക്കുന്ന മാർക്കറ്റിൽ വരുന്ന ഫ്രീ സോഫ്റ്റ്വെയറുകൾ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതായത് ഡാറ്റ ഓവർ റൈറ്റ് ചെയ്യാനൊക്കെയുള്ള ചാൻസ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതുപോലെ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് വന്നാൽ കൂടുതലും ആൾക്കാർ ചെയ്യുന്ന ഒരു അബദ്ധം ഇതാണ്, ആ സോഫ്റ്റ്വെയറിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അത് കാർഡിൽ തന്നെ കോപ്പി ചെയ്തുകൊണ്ടായിരിക്കും അവർ വരുന്നത്. ഇതാണ് ചേട്ടാ എനിക്ക് ഞാൻ ശ്രമിച്ചു ഒരു സോഫ്റ്റ്വെയർ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇത് പ്ലേ ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ കൊണ്ടുവന്നിരിക്കുന്ന ആ ഡാറ്റ നഷ്ടപ്പെട്ട കാർഡിൽ തന്നെ കോപ്പി ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവർ ആ സോഫ്റ്റ്വെയർ ട്രൈ ചെയ്തതിൻ്റെ അബദ്ധത്തിനും വലിയ അബദ്ധം അവർ രണ്ടാമത് കാണിച്ചു, അതിൽ തന്നെ കോപ്പി ചെയ്ത് ഇല്ലാതാക്കി കളഞ്ഞ്. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയറുകൾ ശരിക്കും ഒരു ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറുകൾ വെച്ചുള്ള അറ്റംപ്റ്റ് നല്ലതല്ല. ചില കേസിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്ത് പിന്നെ വീണ്ടും നമ്മൾ റെക്കോർഡ് ചെയ്തു, അങ്ങനെ 1-2 പ്രാവശ്യം റെക്കോർഡ് ചെയ്ത് ഓവർറൈറ്റ് ചെയ്ത ഡാറ്റ നമുക്ക് ഓവർറൈറ്റ് ചെയ്ത ഡാറ്റ റിക്കവർ ചെയ്യാൻ ഒരു സ്കോപ്പും ഇല്ല. ഓവർറൈറ്റ് ചെയ്ത മീൻസ് അത് സംഭവിക്കുന്ന അതിൻ്റെ മുമ്പിലുള്ള ഡാറ്റയുടെ പുറത്ത് ഈ രണ്ടാമത് റൈറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും ഓവർ റിട്ടൺ ഡാറ്റ ഒരു റിക്കവറി പ്രോസസ്സിലും കിട്ടത്തില്ല. നമുക്കതിൻ്റെ എവിടെയെങ്കിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. എന്നുവെച്ചാൽ അവിടെ അത് റീറൈറ്റ് ആകാത്ത സ്ഥലത്തെ ഡാറ്റയാണ് അവർ കിട്ടിയത്. പക്ഷെ എൻ്റെ മനസ്സിലും അങ്ങനെ ഉണ്ട്, 2-3 പ്രാവശ്യം എടുത്താലും കിട്ടും എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ കിട്ടിയല്ല അല്ലേ. വൺസ് ഒരു തവണ ഓവർ റൈറ്റ് ചെയ്താൽ പോലും ആ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റാത്ത റിക്കവർ ചെയ്യാൻ ഒരു തരത്തിൽ ഓവർ റിട്ടൺ ഡാറ്റ റിക്കവറബിൾ അല്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണം ഞാൻ മുന്നേ വർക്ക് എടുത്തിരുന്നു, അത് കഴിഞ്ഞ് 1-2 പ്രാവശ്യം വർക്ക് എടുത്തു, അത് കഴിഞ്ഞ ശേഷം റിക്കവറിക്ക് വരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്കറിയത്തില്ല. അതിതാണ് ആ ഓവർ റൈറ്റ് ചെയ്ത ഡാറ്റ ഒരിക്കലും ഒരു എത്ര വലിയ എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയാലും അവർക്ക് ശരിക്കും ആ ഡാറ്റ കിട്ടത്തില്ല, 100% കിട്ടത്തില്ല. അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഒരു കാർഡ് 2-3 തവണ ഷൂട്ട് ചെയ്തു സീക്വൻസ് ആയിട്ട്, അതായത് ഒരു വർക്ക് ശേഷം അത് ഡിലീറ്റ് ചെയ്യാതെ മൂന്നാമത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൂന്നാമത് ഷൂട്ട് ചെയ്ത ഡാറ്റ അത് ഫസ്റ്റും സെക്കൻഡിനുമാണ്, ഫസ്റ്റിനാണ് ഏറ്റവും ഓവർറൈറ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതൽ. മൂന്നാമത്തെ ഡാറ്റ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഓവർറൈറ്റ് ആകാതെ കിടക്കുന്ന ആ ഡാറ്റ ആയിരിക്കും റിക്കവർ ചെയ്ത് അന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് ഓവർറൈറ്റ് ചെയ്തിട്ടും കിട്ടിയതെന്ന് പറയപ്പെടുന്ന ആ മൂന്നാമത്തെ വരുന്ന ഡാറ്റ ആയതുകൊണ്ടാണ് അവർ ഓവർറൈറ്റ് ചെയ്താൽ കിട്ടുമെന്നുള്ള ആ ഒരു അസംപ്ഷൻ ആയി പോകുന്നത്. ശരിക്കും ഓവർറൈറ്റ് ചെയ്ത ഡാറ്റ റിക്കവറി പോസിബിൾ അല്ല, 100% പോസിബിൾ അല്ല. പിന്നെ ഈ ഡാറ്റ റിക്കവറിയുടെ ഒരു കോസ്റ്റ് ഇപ്പം എങ്ങനെയാണ് ഏകദേശം ഒരു വരുന്നത്, അങ്ങനെ വല്ല ഐഡിയ അങ്ങനെ ഉണ്ടോ? ഡാറ്റ റിക്കവറി കോസ്റ്റ് എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഒരു ഫിക്സഡ് റേറ്റ് കാർഡുകൾക്കും ഇതുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കൂടുതലും എനിക്കത് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്, സോഫ്റ്റ്വെയറുകൾ അതൊക്കെ വാങ്ങാനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാനൊരു ഫിക്സഡ് റേറ്റ് പറഞ്ഞിട്ടാണ് റിക്കവറി ചെയ്യുന്നത്. റേറ്റ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം, ഫോൺ ചെയ്താൽ തന്നെ ആ റേറ്റ് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ തന്നെ കാണാറുണ്ട്, കാരണം ഞാൻ ഇപ്പം ഏറ്റുമാനൂർ എൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ചേട്ടൻ്റെ റിക്കവറി സ്ഥാപനം. അപ്പം പല ആൾക്കാരും നമുക്ക് കണക്ട് ചെയ്ത ആൾക്കാർ ചേട്ടൻ്റെ നമ്പർ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പോവുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹാർഡ് ഡിസ്ക് മേടിക്കാൻ ഇവിടെ തിരിച്ച് വരുന്ന ആൾക്കാരുണ്ട്. റിക്കവറി നമ്മൾ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ഫിക്സഡ് റേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വരുന്ന എഫേർട്ട് കുറവാണെങ്കിൽ ഞാനത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവർക്ക് സംഭവിച്ചെങ്കിൽ ഞാൻ ആ പൈസ മുൻകൂർ പറഞ്ഞു പോയതുകൊണ്ട് ആ പൈസ തന്നേ തീരുമെന്ന് ഉള്ള കണ്ടീഷൻ വെച്ചിട്ടില്ല. മനസ്സിലായി. അതുകൊണ്ട് കോസ്റ്റ് വർക്കിൻ്റെ അത് തന്നെ, നമ്മുടെ ഒരു എഫേർട്ടും നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത സമയമാണ് എൻ്റെ കാര്യത്തിൽ കോസ്റ്റായിട്ട് ഞാൻ പറയാറുള്ളത്. ഈ ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെ വീഡിയോഗ്രാഫേഴ്സ് ഫോളോ ചെയ്യേണ്ട ഒരു ബേസിക് റൂൾസ് വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മൾ കാർഡ് യൂസ് ചെയ്യുന്നതിനകത്തോ അല്ലെങ്കിൽ കോപ്പി ചെയ്യുന്നതിനകത്തോ? കാർഡ് യൂസ് ചെയ്യുന്നതും ശരിക്കും ഫോട്ടോഗ്രാഫേഴ്സ് ഏറ്റവും കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട്
അതായത് വർക്ക് ആ കാർഡിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അതൊരു വേറെ ബാക്കപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ആ കാർഡ് എന്നുള്ളത് ഒരു കീപ്പ് ചെയ്തുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു ടേക്ക് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് കാർഡ് ഉപയോഗിക്കേണ്ട വന്നാൽ അത് ആ കാർഡ് നേരെ പോകുന്ന പോക്കറ്റിലോട്ടായിരിക്കും. അപ്പോൾ പല ആൾക്കാരുടെയും പോക്കറ്റിലോട്ടായിരിക്കും ആ കാർഡ് ആദ്യം ഷൂട്ട് ചെയ്ത ആ കാർഡ് പോകുന്നത്. ആ സിറ്റുവേഷൻ ശരിക്കും അതൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ഊരി എടുത്ത് പോക്കറ്റിൽ കിടന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നുന്നു. അത് തന്നെ, അത് ഒട്ടും സേഫ് അല്ലാത്ത ഒരു സ്ഥലമാണ് ആ പോക്കറ്റിലുള്ള ആ കാർഡ് ഇടുന്നത്. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഡാറ്റ കാർഡിൽ നിന്ന് അത് വീണ്ടും ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു മസ്റ്റായിട്ട് ഞാൻ കഴിയുന്നത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു ഡാറ്റ നഷ്ടപ്പെട്ട ആൾക്കാരോട് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുണ്ട്, ആ കാർഡിൻ്റെ അകത്തൊരു റെക്കോർഡിംഗ് ടാബുണ്ട്. ഇപ്പം ചില കാർഡുകൾക്ക് ആ ടാബ് ഇല്ലാതെ ഇറങ്ങുന്ന കാർഡുകൾക്ക് അത് നടക്കത്തില്ല. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ആ കാർഡ് ഇനിയും അതിലെടുത്തിട്ടുണ്ട്, ഇനി അത് വീണ്ടും എടുക്കാൻ പാടില്ലെന്നുള്ള രീതി അവർക്ക് ഈ പറഞ്ഞ പോക്കറ്റിൽ തന്നെ ഒരു സ്റ്റിക്കറോ എന്തെങ്കിലും വെച്ച് അതിൻ്റെ ആ ക്യാമറ അത് തിരിച്ച് ഷൂട്ട് അതിലുണ്ട്, അത് ഇത്ര ഡേറ്റ് എന്ന് അത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ വീണ്ടും ആക്സിഡൻ്റലായിട്ട് അത് ഷൂട്ട് ചെയ്ത് പോകത്തില്ല. അപ്പം ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന അതാണ്, ഒരു കാർഡ് ഷൂട്ട് ചെയ്ത കാർഡ് അവരുടെ ഓർമ്മക്കുറവ് കൊണ്ടോ മറവിയും കൊണ്ടോ അല്ലെങ്കിൽ ഏൽപ്പിച്ച പയ്യൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഏൽപ്പിച്ചു, ആ പയ്യനെ അതുകൊണ്ട് പോയിട്ട് അത് കൊണ്ടിരുന്നത് തന്നെ 2 കാർഡ് ഒരേപോലെ ഉണ്ട്, ആ ഷൂട്ട് ചെയ്ത കാർഡ് തന്നെ വീണ്ടും കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതിൽ തന്നെ രണ്ടാമത് കയറി എടുക്കുക. എട്ട് കഴിയുമ്പം വീണ്ടും കെട്ടെടുത്ത കാർഡിൽ തന്നെ കയറി വീണ്ടും അതൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ എന്നുള്ള നില അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഒഴിവാക്കാം. ഇങ്ങനെ ഒരു നിസ്സാര ഒരു കാര്യം, ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ അതിലൊരു ലേബലോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ റെക്കോർഡിംഗ് ടാബ് അവർക്ക് താത്തി വെക്കുകയാണെങ്കിൽ അവർക്ക് അത് ഫർദർ ഷൂട്ടിങ് ഒഴിവാക്കാം. കാരണം കോപ്പി ചെയ്തതിന് ശേഷം അത് ലോക്ക് മാറ്റിയാലോ അല്ലെങ്കിൽ ആ സ്റ്റിക്കർ മാറ്റിയാലോ മതി. അത് തന്നെ, കോപ്പി ചെയ്യാതെ ഒരിക്കലും അത് വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല. അല്ല, അതൊരു നല്ല ടിപ്സ് തന്നെ ആയിരിക്കും. കാരണം ചെറിയൊരു ശ്രദ്ധയുടെ കാര്യങ്ങളേ ഉള്ളത്. അതെ, ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത് അതാണ്. ഒന്ന് മറവിയും കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ആ ധൃതിയിൽ തിരക്കിൽ അങ്ങനെ സംഭവിക്കാം. പിന്നെ ആ ഡിസ്ക് ആണെങ്കിൽ അത് ബാക്കപ്പ് ചെയ്യണം. ബാക്കപ്പ് ചെയ്യുന്നില്ലെന്നുള്ള, അതായത് ഒരു ഹാർഡ് ഡിസ്കിനെ വിശ്വസിച്ചുകൊണ്ട് 300 ചെറിയ ആൽബം ഡിസൈൻ ചെയ്യുന്ന ഒരു ലേഡി വന്നാണ് 300 പേരുടെ വെഡ്ഡിങ് ഷോട്ടുകൾ, വെഡ്ഡിങ് വർക്കുകൾ സേവ് ചെയ്ത ഹാർഡ് ഡിസ്ക് അവരുടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവരുടെ നിന്ന് ഫിസിക്കലി അത് ഡാമേജ് താഴെ പോയി. അപ്പോൾ അത്രയും ബാക്കപ്പ് ഇല്ലാതെ ആ ഹാർഡ് ഡിസ്കിനെ വിശ്വസിച്ചുകൊണ്ട് അവരത് കീപ്പ് ചെയ്തു എന്നുള്ള. ഈ ഫോട്ടോഗ്രാഫർ വന്ന് ഇവരുടെ അടുത്ത് നിന്ന് കോപ്പി ചെയ്തിട്ട് പോയിരിക്കും, അവരിലും ബാക്കപ്പ് കാണില്ല, ഇവരിലും വേറെ ബാക്കപ്പ് ഇല്ല. അപ്പോൾ അത് അത്രയും ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം. അത് തന്നെ, ബാക്കപ്പ് ഒരു മസ്റ്റായിട്ട് സൂക്ഷിച്ചാൽ നമുക്ക് ഈ ഡാറ്റ റിക്കവറിക്കാരൻ്റെ പുറകെയോ അല്ലെങ്കിൽ കസ്റ്റമറുടെ കാല് പിടിച്ചോ പോകേണ്ട ഒരു സാഹചര്യവും വരത്തില്ല. അപ്പം നിർബന്ധമായിട്ടും 2 ബാക്കപ്പ് ഫോട്ടോഗ്രാഫർമാർ ആണെന്നല്ല, ഡാറ്റ ഉപയോഗിക്കുന്ന ഏത് ആളാണെങ്കിലും 2 ബാക്കപ്പ് മസ്റ്റായിട്ടും ഒരു ഡാറ്റയ്ക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും സേഫ്. അത് തന്നെ. അതുപോലെ തന്നെ ഈ SSD അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക്, ഇത് ഏതാണ് ശരിക്കും റിക്കവർ ചെയ്യാൻ നമുക്ക് ഒരു ടഫായിട്ടുള്ളത്? റിക്കവറി ടഫായിട്ടുള്ളത് എപ്പോഴും SSD തന്നെയാണ്. SSD ആണ് കൂടുതലും. മറ്റേതൊരു മെക്കാനിക്കൽ ഡാറ്റ സ്റ്റോറേജ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഫിസിക്കലി അത് ബേണായി ബ്രേക്കായി പോകുന്നത് വരെ ആ ഡാറ്റ നമുക്ക് റിക്കവറബിളായിട്ട് അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ മെമ്മറി ചിപ്പ് യൂസ് ചെയ്യുന്ന ഈ SSD പോലുള്ള സാധനങ്ങൾ ഹീറ്റ്, അങ്ങനെ ഒരു ഫിസിക്കൽ ഒരു ഹർട്ട് അത് വന്നാൽ അതിന്ന് ഡാറ്റ റിക്കവറി ഇമ്പോസിബിളായി പോകും. പിന്നെ ഇപ്പോൾ SSDകൾ മാർക്കറ്റിലോട്ട് വന്ന് ഹാർഡ് ഡിസ്ക് തന്നെ ഇവിടുന്ന് ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ SSD ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റിക്കവറി ചെയ്യേണ്ട സാഹചര്യം വരികയും ചെയ്യും. അപ്പോൾ റിക്കവറി ചെയ്യണം. പക്ഷേ SSD റിക്കവറി ഒക്കെ അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയതുകൊണ്ട് അതിനകത്ത് റിക്കവറി ടെക്നീഷ്യന്മാർക്ക് അതിലുള്ള സ്കോപ്പുകളും അതിനുള്ള എക്യുപ്മെൻസും ഒക്കെ ശരിക്കും വന്ന് തുടങ്ങുന്നേ ഉള്ളതുകൊണ്ട് SSD യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഇതിനൊരു
ഒരു അപകടം ഇങ്ങനെയൊക്കെയുള്ള അപകടം ഉണ്ടെന്നുള്ള വിചാരത്തിൽ SSD ഉപയോഗിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. നല്ലത്. മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു സൊല്യൂഷൻ കൂടുതൽ നമുക്ക് ഹാർഡ് ഡിസ്ക് തന്നെയാണ്, ഹാർഡ് ഡിസ്ക് തന്നെയാണ് നമുക്ക് റിക്കവർ ചെയ്യാൻ എളുപ്പം. അതെ അതെ അതെ, മെക്കാനിക്കൽ ഹാർഡ് ഡിസ്കുകൾക്കാണ് റിക്കവറി ഒരു സാഹചര്യം വന്ന പോസിബിലിറ്റീസ് എപ്പോഴും മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് പഴയ ഹാർഡ് ഡിസ്കുകൾക്ക് തന്നെയാണ്, SSDക്ക് കുറവാണ്. അപ്പം മിഥുൻ ചേട്ടാ, അപ്പം ഇത്രയും ഭംഗിയായിട്ട് ഈ ഡാറ്റ റിക്കവറിയെ കുറിച്ചിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിനും ഒക്കെ പറഞ്ഞു തരാൻ വളരെ നന്ദി. ഏതായാലും നമുക്ക് ഇനിയും വീണ്ടും കാണാം. താങ്ക് യു. ശരി ശരി.